ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ സഹപ്രവർത്തകനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒളിവിൽ പോയ ഇയാൾ എവിടെയാണെന്ന് പോലീസിന് വിവരമൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. സഹപ്രവർത്തകനായ IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് കാരണമാണ് മകൾ മരിച്ചത് എന്ന് മേഘയുടെ അച്ഛൻ ആരോപിച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറം എടപ്പാൾ സ്വദേശി സുഗാന്ത് മേഘയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇത് തെളിയിക്കുന്ന വിധത്തിലാണ് പുറത്തുവരുന്ന വിവരങ്ങളും. മാത്രമല്ല, പോലീസ് ഇപ്പോൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. സുഗാന്തിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. മകൾക്ക് നീതി കിട്ടുന്നതുവരെ പോരാടുമെന്നാണ് മേഘയുടെ മാതാവ് നിഷാചന്ദ്രൻ വ്യക്തമാക്കിയത്. മരിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പും അവൾ വിളിച്ചിരുന്നതായി അവർ ചൂണ്ടിക്കാട്ടി. അനാവശ്യമായി പണം ചെലവാക്കാത്ത ആളാണ് മകൾ എന്നാണ് നിഷ പറയുന്നത്. ചെറുപ്പത്തിൽ അവൾ കുടുക്ക വാങ്ങി അതിൽ പണം സൂക്ഷിക്കുമായിരുന്നു. കുടുക്ക പൊട്ടിച്ച ആ പണം എന്നെയോ അച്ഛനെയോ ഏൽപ്പിക്കും. അവൾക്ക് വേണ്ടതെല്ലാം ഇതുവരെ വാങ്ങി നൽകിയിരുന്നതും ഞങ്ങളാണ്. 1 രൂപ പോലും അവൾ അനാവശ്യമായി ചെലവാക്കിയിരുന്നില്ല. അങ്ങനെയുള്ള ഞങ്ങളുടെ മകളുടെ അക്കൗണ്ടിൽ മരിക്കുമ്പോൾ ബാക്കിയുണ്ടായിരുന്നത് വെറും 80 രൂപ മാത്രമാണെന്നും വിതുമ്പലോടുകൂടി നിഷ പറയുന്നു. മരിക്കുന്ന അന്ന് വിളിച്ചത് 7:15 കാരണം തിരക്കിയപ്പോൾ വാഷ്റൂമിൽ പോയി വരാൻ വൈകി എന്നാണ് പറഞ്ഞത്. പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ഇന്ന് പുറത്തുനിന്ന് വാങ്ങുമെന്നും പറഞ്ഞിരുന്നു. അവൾക്ക് അന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞോ എന്ന് പോലും അറിയില്ലെന്നാണ് ആ മാതാവ് പറയുന്നത്. മേഘ അവസാനമായി സംസാരിച്ചത് സുഗാന്തിനോട് തന്നെയാണ്. അയാൾ അവളെ മാനസികമായി തകർത്തു കളഞ്ഞിട്ടുണ്ടാകുമെന്നും അല്ലാതെ അവൾ ഞങ്ങളെപ്പോലും മറന്ന് ഇത് ചെയ്യില്ല എന്നും അമ്മ പറയുകയാണ്. ജോലി കിട്ടി ജോധ്പൂരിൽ പോയി വന്നതിന് ശേഷമാണ് മേഘയ്ക്ക് മാറ്റങ്ങൾ വന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്ന അവൾ ഈ സുഹൃത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല. മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുമായി ഇക്കാര്യം ചർച്ച ചെയ്യുന്നത്. വിവാഹത്തിന് ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അയാൾ പിന്മാറാൻ ശ്രമിക്കുകയാണ് എന്ന് മനസ്സിലാക്കി മേഘയോട് ഈ ബന്ധം ഉപേക്ഷിക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ മകളെ അയാൾ അത്രയധികം മാനസിക സമ്മർദ്ദത്തിൽ ആക്കിയിരുന്നു എന്ന് മകൾ ഞങ്ങളോട് പോലും പറഞ്ഞിരുന്നില്ല. മേഘയ്ക്ക് അപകടം സംഭവിച്ച അന്ന് അയാൾ എന്നെ വിളിച്ചിരുന്നു. പക്ഷെ സംസാരിക്കാൻ സാധിച്ചില്ല. മേഘ ഹോസ്റ്റലിൽ എത്തിയോ എന്ന് അയാൾ തിരക്കിയിരുന്നു. മകൾക്ക് നീതി കിട്ടുന്നതുവരെ ഏതറ്റം വരെയും പോകുമെന്നും നിഷ പറയുകയാണ്. അതേസമയം ഒളിവിൽ പോയ സുഗാന്തിനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് മലപ്പുറത്തെ എടപ്പാളുള്ള വീട്ടിൽ എത്തിയിരുന്നു. എന്നാൽ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം ആരംഭിച്ചതായും സൂചനയുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത്. സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. സുഗാന്ത് ഒരു സൈക്കോ ആണെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ആരോടും വലിയ സൗഹൃദങ്ങളൊന്നും കാത്തുസൂക്ഷിക്കാത്ത ആളാണ്. വളരെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന വ്യക്തി. അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ വലിയ ഞെട്ടലാണ് സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടായത്. അയാളുടെ വീടിനടുത്തുള്ളവർക്ക് പോലും ഇങ്ങനെ ഒരു വ്യക്തിയെ അറിയില്ല. സുഗാന്തിന്റെ ആഡംബര വീട് എല്ലാവർക്കും അറിയാം. അവിടെ ഇങ്ങനെയൊരു കുട്ടി വളർന്നിരുന്നു എന്ന് പോലും ഇപ്പോഴാണ് അറിയുന്നത്. കുട്ടിക്കാലം മുതലേ പുറത്തൊന്നും വിടാതെ അടച്ചുപൂട്ടിയുള്ള ജീവിതമായിരുന്നു. നാട്ടുകാർക്കറിയില്ല, നാട്ടിൽ ഒരു സുഹൃത്തു പോലും ഇല്ല. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുമല്ലോ അയാൾ എങ്ങനെ മുരടിച്ചായിരിക്കും വളർന്നിട്ടുണ്ടാവുക എന്ന്. ശരിക്കും കൂട്ടിലിട്ട പക്ഷിയെപ്പോലെയാണ് വളർത്തിയത്. പഠന സമയത്താണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അയാൾക്ക് മുന്നിൽ പോകുന്നത് അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. മറ്റുള്ളവരുടെ സംശയങ്ങൾക്ക് പോലും അയാൾ മറുപടി കൊടുക്കാറില്ലായിരുന്നു. ഒരു തരം ചടപ്പിക്കുന്ന സ്വഭാവമാണെന്നാണ് സഹപ്രവർത്തകരടക്കം പറയുന്നത്. മേഘ മരിച്ച അന്ന് അയാൾ കുറെ നാടകങ്ങളൊക്കെ കളിച്ചു. അന്ന് ആദ്യമായി സഹപ്രവർത്തകരോടായി തനിക്ക് മേഘയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എനിക്കിനി മുന്നോട്ട് ജീവിക്കണ്ട എന്നൊക്കെ അയാൾ പറഞ്ഞുകൂട്ടി. അങ്ങനെയാണ് സഹപ്രവർത്തകർ ലീവ് എടുത്ത് അയാളെ നാട്ടിലെത്തിക്കുന്നത്. അതേസമയം മേഘയുടെ മരണത്തിലെ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച പറ്റി എന്നാണ് പിതാവ് ആരോപിക്കുന്നത്. സഹപ്രവർത്തകനായ ഉദ്യോഗസ്ഥൻ കാരണമാണ് മകൾ ജീവനൊടുക്കിയത് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും തിരുവനന്തപുരം പേട്ട പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്ന് അച്ഛൻ ആക്ഷേപം. ആദ്യഘട്ടത്തിൽ തന്നെ സുഗാന്തിനെതിരെ പോലീസ് പരാതി നൽകിയതാണ്. എന്നാൽ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല. ഒളിവിൽ പോകാൻ സുഗാന്തിന് ഇത് സഹായകമായി എന്ന് മേഘയുടെ അച്ഛൻ ആരോപിച്ചു.
ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി എന്നാണ് പോലീസ് പറയുന്നത്. മേഘയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം നിർണായകമാണ്. IB നേരത്തെ തന്നെ സുഗാന്തിന്റെ മൊഴിയെടുത്തിരുന്നു. ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് IB നൽകുന്ന വിശദീകരണം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന IB ഉദ്യോഗസ്ഥ മേഘ മാർച്ച് 24 രാവിലെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്ത് സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയത് മേഘ മരിച്ചതിന്റെ 2ാം ദിനം എന്ന് സുഗാന്തിന്റെ സുഹൃത്തുക്കളും പറയുന്നു. മാത്രമല്ല മേഘയ്ക്ക് എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായതിന് പിന്നാലെയാണ് മേഘയെ ഫോൺ വിളിച്ചിട്ടും കിട്ടാത്തതിനാൽ പിന്നാലെയാണ് മേഘയുടെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കാനായി ശ്രമിച്ചത്. പക്ഷേ ഈ ഒരു ഫോൺ വിളിയിൽ ഇങ്ങനെ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ആ പാവം അമ്മയും കരുതിയിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സുഹൃത്തുക്കൾ നൽകിയ നിർണായക വിവരം തന്നെയാണ്. മരണവാർത്തയറിഞ്ഞ് ആത്മഹത്യാ പ്രേരണ കാട്ടിയതോടുകൂടി 24-ന് സുഗാന്തിനെ വീട്ടിലെത്തിച്ചു. എന്നാൽ ആശ്വസിപ്പിക്കാൻ കൂടെ നിന്ന സുഹൃത്തുക്കളെ അടക്കം കബളിപ്പിച്ചാണ് മാതാപിതാക്കൾക്കൊപ്പം സുഗാന്ത് ഒളിവിൽ പോയത്. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സുഗാന്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്ന വിവരം പറഞ്ഞതോടുകൂടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. സുഗാന്തും മേഘയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് മേഘ മരണപ്പെട്ട ദിവസം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു. ഈ സമയത്ത് സുഗാന്ത് നിർത്താതെ കരയുകയായിരുന്നു. പിന്നീട് ആത്മഹത്യാ പ്രവണത കാണിച്ചു. താനും ജീവനൊടുക്കുമെന്ന് പറയുകയും ചെയ്തു. ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുഗാന്തിനെ കൊണ്ട് അവധി എടുപ്പിക്കുകയായിരുന്നു എന്നും എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ട് ആക്കുകയും ചെയ്തു എന്നും സുഹൃത്തുക്കൾ പറയുന്നു. വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് സുഗാന്ത് അത്രയും നേരം ഇരുന്നത് എന്ന് സുഹൃത്തുക്കൾ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ലീവ് എടുത്ത് വീട്ടിലെത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ വീട്ടുകാരും സുഗാന്തും വീട് പൂട്ടി നാടുവിട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. മേഘയുടെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടന്നതിന് ശേഷം പിതാവ് മാധ്യമങ്ങളെ കണ്ടു. അപ്പോഴാണ് പേരെടുത്തു പറയാതെ ഇങ്ങനെയൊരു സുഹൃത്ത് ഉണ്ട് എന്ന കാര്യം അറിഞ്ഞത്. സുഗാന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് സുഹൃത്തുക്കളെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഇയാളും ഇയാളുടെ കുടുംബവും മലപ്പുറത്തെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതേസമയം മരിക്കുന്നതിന് മുൻപ് മകൾ ഫോൺ വിളിച്ചിരുന്നതായി മേഘയുടെ അമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അസ്വാഭാവികമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലാത്ത പോലെയാണ് കണ്ടത്. തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ ഫോൺ വിളികളാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് നിഗമനം. IB ഉദ്യോഗസ്ഥ മേഘയെ കാമുകൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ആത്മഹത്യാ സമയത്ത് ഫോൺ ചെയ്തത് കാമുകൻ സുഗാന്തിന് ആയിരുന്നു എന്നും പിതാവ് മധുസൂദനൻ പറയുന്നു. വിവാഹ ആലോചനയ്ക്കായി വീടിന്റെ പെയിന്റിംഗ് അടക്കം പൂർത്തിയാക്കി കാത്തിരിക്കുമ്പോഴാണ് യുവാവിന്റെ പിന്മാറ്റവും മേഘയുടെ ആത്മഹത്യയും. സുഗാന്ത് ഒളിവിൽ പോയത് മാതാപിതാക്കളോടൊപ്പം എന്ന സൂചനയുണ്ട്. മലപ്പുറം എടപ്പാൾ ശുഗപുരത്തെ വീട് 4 ദിവസമായി പൂട്ടിക്കിടക്കുകയാണ്. എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. കല്ല് വെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുന്ന ആളാണ് പിതാവ്. അമ്മ റിട്ടയർഡ് അധ്യാപികയാണ്. ഏക മകനാണ് സുഗാന്ത്. വിവിധ ഇടങ്ങളിലായി നിരവധി ഭൂമി സുഗാന്തിന്റെ പിതാവ് വാങ്ങിയിട്ടിട്ടുണ്ട്. ഇവർ നാട്ടുകാരുമായി യാതൊരുവിധ അടുപ്പവും സൂക്ഷിക്കാത്ത ഒരാളാണ്. തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛൻ്റെ സഹോദരനുമായി ഏറെ നാളായി അടുപ്പത്തിലല്ല. നാട്ടിൽ സുഹൃത്തുക്കൾ ഒന്നും തന്നെ സുഗാന്തിന് ഇല്ല. നാട്ടുകാരിൽ പലരും അറിയുന്നത് ഇപ്പോഴാണ്. പൂജ, ജ്യോതിഷം ഉൾപ്പെടെ മതപരമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു സുഗാന്തും കുടുംബവും എന്നും പറയപ്പെടുന്നുണ്ട്. സുഗാന്തുമായുള്ള വിവാഹം നടത്തിക്കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നും എന്നാൽ മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നും മേഘയുടെ പിതാവ് മധുസൂദനൻ പറയുന്നു. ഇത്രയുമൊക്കെ തന്നെ സമ്പാദ്യം ഉണ്ടായിട്ടും ഏകദേശം 1 ലക്ഷത്തിനടുത്ത് മാസവരുമാനം ഉണ്ടായിട്ടും എന്തിനാണ് മേഘയുടെ കയ്യിൽ നിന്നും പണം എന്ന് ആവശ്യത്തിനാണ് അയാൾ വാങ്ങിയത് എന്ന് അടക്കമുള്ള കാര്യവും ചോദ്യചിഹ്നമായി ഉയരുകയാണ്. IB പരിശീലന കാലത്ത് തുടങ്ങി ഈ പ്രണയം കൊണ്ടെത്തിച്ചത് മേഘയുടെ മരണത്തിൽ തന്നെയാണ്.